എത്ര വർഷമായി താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാൻ 6 വർഷമായി ഇസ്ലാം സ്വീകരിച്ചിട്ട്. 6 വർഷത്തോളമായി. പിതാവാണല്ലേ? അതെ, പിതാവാണ്. ഓക്കെ. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പിതാവ് കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചോദിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടെയുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്നേഹത്തോടെ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം തിരിച്ച് അവരുടെ മതത്തിലേക്ക് ചെല്ലാൻ അവരെന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്നേഹം കൂടുതലുണ്ടാവും. എന്താണ് നിങ്ങളുടെ മകനെ കുറിച്ച് പറയാനുള്ളത്? ഒരു ഏക മകനാണ്. ആണും പെണ്ണുമായിട്ട് ഒരാളേ ഉള്ളൂ. ഞങ്ങള് കത്തോലിക്ക സമുദായത്തിൽ ആണ്. ഞാനിപ്പോഴും മതം മാറിയിട്ടില്ല. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി കന്യാസ്ത്രീയാണ്. പിന്നെ മറ്റു സ്വന്തത്തിൽപ്പെട്ടവരൊക്കെ അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീകളൊക്കെ അടങ്ങിയ ഒരു ഫാമിലിയാണ്. അപ്പം ആദ്യം എന്നോട് ഇത് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠിക്കട്ടെ, ഏത് മതത്തെക്കുറിച്ച് മതം പഠിക്കാൻ പോവുക. മതം പഠിക്കാൻ പോവാന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ ചില ബുക്കുകളൊക്കെ ഞാൻ കാണും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്നത് തന്നെ നല്ല കാര്യമില്ലെന്ന് പറഞ്ഞ് പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അറിഞ്ഞു മതം മാറിയില്ല. താങ്കൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം? ഞാൻ ചെറുപ്പം നാൾ തൊട്ടേ അവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ താലിബാരനായിട്ട് ഒക്കെ പോരുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മരിയൻ ടീമിൽ ഒരു പ്രയർ മീറ്റിംഗിൽ വൈദികൻ വായിച്ച ഒരു ബൈബിൾ ഭാഗമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. നമ്മൾ യേശുക്രിസ്തുവിന്, മഹാനായ യേശുക്രിസ്തുവിന്റെ അടുത്തുനിന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങ് രണ്ടാമത് വീണ്ടും വരുമല്ലോ. അപ്പൊ യേശു അങ്ങ് വരുന്ന സമയം എപ്പോഴാണ്? ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് രണ്ടാമത് വരും, ആ വരുന്ന സമയം എപ്പോഴാണ് ഗുരുവിന് ചോദിക്കുന്നത്. അപ്പം യേശുക്രിസ്തു പറഞ്ഞൊരു മറുപടിയാണ്, ആ സമയത്തെക്കുറിച്ച് സ്വർഗത്തിൽ ആർക്കും അറിയില്ല, പിതാവ് ഒഴികെ. അപ്പൊ പെട്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ, ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഭാഗമാണ്, അന്നൊന്നും വരാത്തൊരു ചിന്ത മനസ്സിൽ കടന്നുപോയി. ഞാൻ രാവിലെ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ യേശു ദൈവമല്ലേ? അതെ. സർവ്വജ്ഞാനിയല്ലേ? അതെ. എന്താ ലിയോ? എന്റെ പഴയ പേരാണ് ലിയോ. എന്താ ലിയോ എന്ന് എനിക്ക് ഇപ്പം ഇങ്ങനെ സംശയം. അച്ഛാ, അച്ഛൻ ഇന്നലെ വായിച്ച ബൈബിളിനകത്ത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, യേശുക്രിസ്തു പറയുന്നുണ്ട് രണ്ടാമത്തെ വരവിനെ കുറിച്ച് സ്വർഗത്തിൽ പിതാവിന് മാത്രമല്ല പുത്രന് പോലും അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ സർവജ്ഞാനിയായ ഒരു ദൈവം ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യേശു നുണ പറയണം. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. യേശു വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് അറിയില്ല തന്നെയാണ്. അപ്പൊ യേശു ദൈവമാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു ദൈവമാകും? അതായിരുന്നു നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഓക്കെ. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മകന് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ആദ്യം എനിക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്റെ പശ്ചാത്തലം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ മാത്രമല്ല എനിക്ക് കുട്ടിയെ ഉപദേശിക്കാൻ പറ്റത്തില്ല. കാരണം അവനിൽ ഞാൻ വേറെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഒരു കത്തോലിക്കനായ എന്നെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവനേക്കാളും തെറ്റും കുറ്റവും എനിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മതം മാറി എന്നല്ലാതെ വേറെ കുറ്റം കാണുന്നില്ല. അത് എനിക്കൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല. കാരണം മനുഷ്യൻ നന്നായിട്ട് ജീവിച്ചാൽ പോരെ.